ഇപ്പം നേറ്റീവിൻ്റെ ഹൈബ്രിഡിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈം, കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതേ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട്, ഹൈബ്രിഡ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനും ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഡിവൈസസിൻ്റെ കോർ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഹാർഡ്വെയർസ് ഒക്കെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈബ്രിഡിലോട്ട് പോകുന്ന ഡിഫിക്കൽട്ടി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലത്തെ ആപ്ലിക്കേഷൻസ്, ഇ കൊമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് മാട്രിമോണി, ഇതൊക്കെ നമുക്കൊരു വെബ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർസ് അവർ ആക്സസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാട്രിമോണിയിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ റാപ്പർ ക്ലാസ്സൊക്കെ ഓൾറെഡി ഇതിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമുക്ക് IoT ടൈപ്പ് ഓഫ് ഡിവൈസസ്, AR VR പ്രൊജക്ട്സ്, ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നമുക്കൊന്നുകൂടി നേറ്റീവ് ആയിരിക്കും റെക്കമെൻഡഡ്. നമ്മൾ ഇനി ചില മൊഡ്യൂൾസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കോറിലെ ഫങ്ഷണാലിറ്റി ആക്സസ് ചെയ്യേണ്ട കേസ് വരികയാണ്, മോർ ആനിമേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ്, അതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് ആക്സസ് ഒക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് നേറ്റീവ് മൊഡ്യൂൾസ് തന്നെ ഇതിൽ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായി? അതായത് നേറ്റീവ് ആപ്ലിക്കേഷൻ്റെ മൊഡ്യൂൾ തന്നെ നമുക്ക് ഈ ഹൈബ്രിഡ് ആപ്ലിക്കേഷനിൽ ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ മോഡൽ തന്നെയാണ് ശരിക്കും ഹൈബ്രിഡ് എന്നൊരു കോൺസെപ്റ്റ് വരാനുള്ള റീസൺ. നമുക്കൊരു സിംഗിൾ കോഡ് ബേസിൽ തന്നെ നമുക്കൊരു ഡെവലപ്പർ വെച്ചിട്ട് തന്നെ iOS-ലോട്ടും ആൻഡ്രോയിഡിലോട്ടും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സാമറിൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് വിൻഡോസിലോട്ടും കൂടെ പറ്റുമായിരുന്നു. ഈ 3 പ്ലാറ്റ്ഫോമിലോട്ട് കോഡ് ബേസിൽ തന്നെ സാമറിൻ ബിൽഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിലോട്ടാണ് വരുന്നത്.